അങ്ങനെ അനുമോളാണ് ഇപ്പോൾ ഈയിടെയായിട്ട് ഒരു 3-4 ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി. അനീഷും ഓക്കെയാണ്, അതുപോലെ തന്നെയാണ് അനുമോളും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് തന്നെയാണ്. ഹൗസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അനുമോൾ ഇടപെടുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ സ്റ്റാർ മാജിക്കിൽ കണ്ട അനുമോൾ അല്ലേ അല്ല കേട്ടോ, ഇപ്പോ ബിഗ് ബോസിൽ വന്നപ്പോൾ സ്റ്റാർ മാജിക്കിൽ പ്രേക്ഷകർ കണ്ടിരുന്ന ആ അനുമോളുടെ ആ ഒരു കുട്ടിത്തം എല്ലാം മാറി ഇപ്പോൾ വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് അനു ഇപ്പോൾ ബിഗ് ബോസിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇത്തിരി കരച്ചില് കുറച്ച് കൂടി പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്നാലും ഗെയിമിന്റെ കാര്യത്തിലാകട്ടെ മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ അനുമോൾ വളരെയധികം അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഒരു പക്ഷേ പുറത്തുനിന്ന് എല്ലാം തന്നെ പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ഇതായിരിക്കണം അനുമോളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആയിരിക്കണം, എല്ലാ കാര്യങ്ങളിലും അനുമോൾ ഉണ്ട് എന്നുള്ളതാണ് ഈയിടെ ശ്രദ്ധിച്ചവർക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ നോമിനേഷനിൽ വന്ന സമയത്ത് 1ാം സ്ഥാനം വോട്ടിങ്ങിൽ നമ്മുടെ അനുമോൾക്ക് തന്നെയായിരുന്നു. പിന്നെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിലുള്ളത്. അതുപോലെ ഒരുപാട് ഫോളോവേഴ്സും ആരാധകരൊക്കെ ഉള്ളത് കൊണ്ടും തന്നെ എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ടോപ്പ് 5 നമുക്ക് അനുമോളെ കാണാൻ സാധിക്കും എന്നുള്ളത് ഒരു 99% ഉറപ്പാണ്. ടോപ്പ് 5 എന്തായാലും അനുമോൾ എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു പക്ഷേ വിന്നർ ആകാനും സാധ്യത ഉണ്ടാകുമായിരിക്കാം. എന്തായാലും അനുമോളുടെ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ഗെയിമിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ എന്തായാലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ.